ചെറുപുഴ പ്രാപ്പോയിൽ ഭാഗത്ത് ജലക്ഷാമം രൂക്ഷമായി. തിരുമേനിപ്പുഴയുടെ പ്രാപ്പോയിൽ ഭാഗത്ത് നിർമ്മിച്ച തടയണ വറ്റി വരണ്ടതോടെയാണ് മേഖലയിൽ ജലക്ഷാമം രൂക്ഷമായത്. 50 ലക്ഷം രൂപ ചെലവഴിച്ച് ജലവിഭവ വകുപ്പാണ് തിരുമേനിപ്പുഴയുടെ പ്രാപ്പോയിൽ ഭാഗത്ത് തടയണ നിർമ്മിച്ചത്. 2015 മെയ് 7-ന് അന്നത്തെ ജലവിഭവ വകുപ്പ് മന്ത്രിയായിരുന്ന PJ ജോസഫാണ് ഉദ്ഘാടനം ചെയ്തത്. തുടക്കകാലത്ത് നാട്ടുകാരുടെ നേതൃത്വത്തിൽ തടയണയിൽ ഷട്ടറിട്ട് ജലസംഭരണം കൃത്യമായി നടത്തിയിരുന്നു. ഈ സമയത്ത് പുഴയിലും സമീപത്തെ കിണറിലും ജലവിതാനം വൻതോതിൽ ഉയരുകയും ചെയ്തിരുന്നു. എന്നാൽ ക്രമേണ തടയണയിൽ കൃത്യസമയത്ത് ഷട്ടറിടാതായി. ഇതോടെ പുഴയിലെയും കിണറിലെയും ജലനിരപ്പ് ക്രമാതീതമായി താഴ്ന്നു തുടങ്ങി. ഈ വർഷം ഷട്ടറിട്ടുവെങ്കിലും പുഴ വറ്റിവരണ്ട നിലയിലാണ്. ഇതോടെ സമീപത്തെ കിണറുകളിൽ പോലും വെള്ളമില്ലാത്ത സ്ഥിതിയാണ്. മരപ്പലകയാണ് തടയണയിൽ ഷട്ടറായി ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് കാലക്രമേണ നശിക്കാൻ തുടങ്ങി. മരപ്പലകൾ പലതും ഇതിനകം ഭാഗികമായി നശിച്ചതും ഷട്ടറിടാൻ കോൺക്രീറ്റ് ചെയ്തതിനുള്ളിൽ കുടിവെള്ളം പുറത്തേക്ക് ഒഴുകിപ്പോകുന്നതും വെള്ളം നിൽക്കാത്തതിന് കാരണമായി. ചൂട് കടുത്തതോടെ തടയണയിൽ വെള്ളമില്ലാതാക്കുകയും ചെയ്തു. പ്രദേശത്തെ ജലക്ഷാമം പരിഹരിക്കുന്നതിനു പുറമെ പെരുന്തടം ചങ്ങാതിമുക്ക് ഭാഗങ്ങളിലെ ജനങ്ങൾ വർഷങ്ങളായി അനുഭവിച്ചു വരുന്ന യാത്രാക്ലേശം പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രാപ്പോയിലിൽ തടയണ നിർമ്മിച്ചത്. തടയണയിലെ മരപ്പലകൾ കൊണ്ടുള്ള ഷട്ടറിന് പകരം ഫൈബർ കൊണ്ടുള്ള ഷട്ടർ ഉപയോഗിച്ചാൽ ജലച്ചോർച്ച തടയാനാകുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇതിന് അധികൃതരുടെ ഭാഗത്തുനിന്നും നടപടിയുണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. തികച്ചും അശാസ്ത്രീയമായിട്ടാണ് ഇതിന്റെ മെയിൻ്റനൻസ് അടക്കം നടക്കുന്നത്. ഇതൊരു കമ്മിറ്റിയോ അല്ലെങ്കിൽ വകുപ്പ് തലത്തിലുള്ള ഒരു സംവിധാനം ഒന്നുമില്ല. കുറച്ച് പലക ഇവിടെയുള്ള 2-3 വീട്ടുകാർ കൂടി കൊണ്ടിടും. അതിൽ പ്ലാസ്റ്റിക് ഒക്കെ കെട്ടി നിങ്ങളിപ്പോൾ കണ്ടില്ലേ. വളരെ ദയനീയമായിട്ട് ഇങ്ങനെ ഒരു റെയിൽവേ ബ്രിഡ്ജ് എവിടെയും ഉണ്ടാവില്ല. ഈ പരിസര പ്രദേശത്തൊക്കെ കുടിവെള്ള ക്ഷാമം ഇപ്പോൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. പഞ്ചായത്തിൽ നിന്ന് തന്നെ ഈ 16-ാം വാർഡിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ പെരുന്തളം പോലെയുള്ള സ്ഥലത്ത് പോലും കുടിവെള്ളം സപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ റെഗുലേറ്റർ കം ബ്രിഡ്ജിൽ നിറയെ വെള്ളം കിടക്കുമ്പോൾ ഈ പ്രദേശത്ത് ജലക്ഷാമം ഇല്ല. അങ്ങനെ കുടിവെള്ളത്തിന്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാറില്ല. ഈ കൊല്ലം കനത്ത ചൂടാണ്. അതിനിടയിൽ തികച്ചും അശാസ്ത്രീയമായി ഉപയോഗിച്ച ഒരു നിരുത്തരവാദിത്തപരമായി ഇത് നശിപ്പിച്ചു കളയാണ് ഈ റെഗുലേറ്റർ കം ബ്രിഡ്ജ്. യാത്രാക്ലേശത്തിന് ശാശ്വത പരിഹാരമായെങ്കിലും തടയണയിലെ ജലസംഭരണം ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ.